എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ എക്കണോമിക്സിൻ്റെ പരീക്ഷയാണ്. എക്കണോമിക്സിൽ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുമ്പോഴും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഓരോ ഭാഗങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ. കാരണം അതിൽ നമ്മൾ എക്കണോമിക്സിൽ ഏതൊക്കെ ഭാഗമാണ് നോക്കിയിട്ട് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിയറി നന്നായിട്ട് പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള എക്കണോമിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗത്തുനിന്ന്. കാരണം എല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞോളാം, നോക്കിയിട്ട് പോകണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, 3 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്കണോമിക്സ് പരീക്ഷയിൽ ഉണ്ടാവുക. പിന്നെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് MCQവും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പും ഷോർട്ടും അതുപോലെ തന്നെ വെരി ഷോർട്ട് എസ്സേ ടൈപ്പ്, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് സെൻട്രൽ ടെൻഡൻസിയിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? നമുക്കറിയാം, അരിത്തമെറ്റിക് മീനാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസിയിൽ ഉപയോഗിക്കുന്ന സാധാരണ യൂസ് ചെയ്ത മെഷർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അരിത്തമെറ്റിക് മീനാണ് സെൻട്രൽ ടെൻഡൻസിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന മെഷർ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് അവിടെ ചോദിച്ചിരിക്കുന്നത് സിഗ്മ. ദ സിമ്പിൾ സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. അതായത് സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്ത് കാണിക്കാൻ വേണ്ടി? നമുക്കത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിലേറ്റ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻട്രൽ പ്രോബ്ലംസ്. താഴെ തന്നിരിക്കുന്ന സെൻട്രൽ പ്രോബ്ലംസിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലേ. ആരാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യമാണ്, റിസോഴ്സസ് ഗ്രോ വെൻ ദെയർ. അതായത് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് വെൻ ദെയർ എപ്പോഴാണെന്നാണ് കേട്ടോ. അവയുടെ എന്ത് വരുമ്പോഴാണ്? ഫിസിക്കൽ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോഴാണോ? ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ തന്നെ എയോ അല്ലെങ്കിൽ ബിയും ഒന്നിച്ച് വരുമ്പോഴാണോ? ഇനി അതുമല്ല, എയും ബിയും ഇല്ലാത്ത സമയത്താണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് റിസോഴ്സസ് ഗ്രോ വെൻ ദെയർ എപ്പോഴാണ്? ഫിസിക്കൽ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? റിസോഴ്സസ് ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ വർദ്ധിക്കുന്നത്. ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ വിഭവങ്ങൾ വർദ്ധിക്കുന്നത് എപ്പോഴാണ്? അവയുടെ ഫിസിക്കൽ അവൈലബിലിറ്റി അല്ലേ, അതായത് ഭൗതിക ലഭ്യത വർദ്ധിക്കുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുമ്പോഴുമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഫിസിക്കൽ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇവിടെ ലാൻഡ് വരാം അല്ലേ, ക്യാപിറ്റൽ വരാം. അപ്പോൾ ഇതൊക്കെ ഫിസിക്കൽ അവൈലബിലിറ്റിയിൽ വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. റിസോഴ്സസ് ഗ്രോ വെൻ ദെയർ, അതായത് റിസോഴ്സസ് എപ്പോഴാണ് വളരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് എപ്പോഴാണ് വർദ്ധിക്കുന്നത്? ഫിസിക്കൽ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോഴുമാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ. അടുത്ത ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ലോപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചു വെച്ചോണം. എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ലോപ്സ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ ഏതാ എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, ഡൗൺവേർഡ്സ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ്
എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ താഴത്തേക്കാണ് വരുന്നത് കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ലോപ്സ് എങ്ങനെയാണ്? ഡൗൺവേർഡ്സ് ആണ്, താഴത്തേക്കാണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നന്നായിട്ട് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ലോപ്സ് എങ്ങോട്ടാണ്? താഴോട്ടാണ്, ഡൗൺവേർഡ്സ് ആണ് കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഇൻകം ചേഞ്ചസ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡാഷ്. അതായത് ഇൻകത്തിനകത്ത് മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ വരുമാനത്തിൽ മാറ്റം വരുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഡിമാൻഡ് എങ്ങനെയായിരിക്കും? അതൊന്നെങ്കിൽ കൂടാം, അതല്ലെങ്കിൽ ഒന്നെങ്കിൽ കുറയാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം നോർമൽ ഗുഡ്സിലാണെങ്കിൽ എങ്ങനെയാണ്? ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം അല്ലേ, ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡിമാൻഡും എന്തായിരിക്കും? കൂടും അല്ലേ. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിനകത്ത് എങ്ങനെയായിരിക്കും? ഡിമാൻഡ് താഴത്തേക്ക് പോകുമ്പോൾ ഇൻകം കൂടും, അല്ലെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് താഴേക്ക് പോകും. അപ്പം ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട നോർമൽ ഗുഡ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്തെന്ന് വരുന്നത്? ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക അല്ലെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് താഴത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എന്താ? അതായത് ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ ഉയരാം അല്ലെങ്കിൽ താഴാം അല്ലേ. അപ്പോൾ ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുന്നത് ഈ നോർമൽ ഗുഡ്സിൻ്റെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ആ ഒരു കാര്യം ഓർത്തിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരവേ. കൂടാം അല്ലെങ്കിൽ കുറയാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ചോദ്യം ഇതാണ്. ദ മെഷർ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ദ മെഷർ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ നോർമൽ ഗുഡ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ എങ്ങനെയാണ് അല്ലെങ്കിൽ അളവ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതാ വരുന്നത്? ആൻസർ ബി ആണ് അല്ലേ. ഇസ് നെഗറ്റീവ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഓർത്ത് വയ്ക്കേണ്ടത്? ദ മെഷർ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ നോർമൽ ഗുഡ് ഈസ് നെഗറ്റീവ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ദ മെഷർ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ നോർമൽ ഗുഡ് ഈസ് നെഗറ്റീവ് അല്ലേ. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ് ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ അത് നോക്കിയായിരുന്നു അല്ലേ. അതേപോലെ തന്നെ അടുത്താണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? അതായത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ കർവ് എല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് കേട്ടോ. ദ ലോ ഓഫ് സപ്ലൈ പഠിച്ചു വെച്ചോണേ. ദ ലോ ഓഫ് സപ്ലൈ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് സപ്ലൈ ചേഞ്ചസ് ഓൺലി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡാഷ്. എന്ത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് സപ്ലൈ ചേഞ്ചസ് വരുന്നത്? നമുക്കറിയാം പ്രൈസ് ഓഫ് ദ ഗിവൺ ഗുഡ് ആണല്ലേ. ഓപ്ഷൻ എ ആണ്. അതായത് സാധനങ്ങളുടെ വില മാറുമ്പോഴാണ് അല്ലേ, നൽകിയിട്ടുള്ള സാധനങ്ങളുടെ വില മാറുമ്പോഴാണ് ആ ഒരു സപ്ലൈ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ലോ ഓഫ് സപ്ലൈ ഈ താഴെ തന്നിരിക്കുന്ന ഏത് അസംഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. ദ ലോ ഓഫ് സപ്ലൈ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് സപ്ലൈ ചേഞ്ചസ് ഓൺലി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ ഗിവൺ ഗുഡ് അല്ലേ. സപ്ലൈ ചേഞ്ചസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈസ് ഓഫ് ദ ഗിവൺ ഗുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ദ മാർജിനൽ കോസ്റ്റ് കർവ്. അടുത്ത കർവ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കർവുകളും നിങ്ങൾ നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഡാഷ്. എങ്ങനെ ഇരിക്കുന്നത്? നമുക്കറിയാം യു ഷേപ്ഡ് ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ദ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് യു ഷേപ്ഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകണേ, വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ കർവുകളും നോക്കിയിട്ട് പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ മോണോപോളി, ഒളിഗോപോളി, ഇതെല്ലാം പഠിച്ചിട്ട് പോകണം, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അടുത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഈസ് ദ ഫീച്ചർ ഓഫ്. അതായത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്തിൻ്റെ ഫീച്ചറാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെയാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ആണല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ
ഫീച്ചറാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചോണം, ഈ മോണോപോളിയും ഒളിഗോപോളിയും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് അതെ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എക്സസ് ഡിമാൻഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കിയിട്ട് പോകണം, ഈ പരീക്ഷയ്ക്കും ചോദിക്കും. അപ്പോൾ ഇൻ കേസ് ഓഫ് എക്സസ് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു പ്രൊഡക്റ്റിന് എക്സസ് ഡിമാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിന് എക്സസ് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട്, സപ്ലൈ എക്സ്പാൻസ് വരുന്നുണ്ട്, ഡിമാൻഡ് കോൺട്രാക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 അവിടെ സംഭവിക്കുന്നതാണ് കേട്ടോ. അതായത് വില ഉയരുന്നു, വിതരണം വികസിക്കുന്നു, അതുപോലെ തന്നെ ചോദനം അല്ലെ, ഡിമാൻഡിന് പറയുന്ന മലയാളം എന്താ, ചോദനമാണ്. അപ്പോൾ ചോദനം ചുരുങ്ങുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യം എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എക്സസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, എക്സസ് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സസ് ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, വില ഉയരുന്നുണ്ട്, വിതരണം വികസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചോദനം ചുരുങ്ങുന്നുണ്ട്. പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗ്രൂപ്പ് ബിഹേവിയർ ഈസ് ദ ഫീച്ചർ ഓഫ്, അതായത് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിൻ്റെ സവിശേഷതയാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഫീച്ചറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്, ഒളിഗോപോളി ആണ് കേട്ടോ. അതുകൊണ്ട് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ ഒളിഗോപോളി, മോണോപോളി ഇതെല്ലാം പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒളിഗോപോളിയുടെ ഒരു സവിശേഷതയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം ഇസ് ദ ഇൻകം ഓഫ് ദോസ് ഹൂ പ്രൊവൈഡ് ഫണ്ട്സ്. അതായത് നാഷണൽ ഇൻകത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആര് നൽകുന്ന ഫണ്ട്സിൻ്റെ ഇൻകം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്, നമുക്കറിയാം പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അല്ലേ, എല്ലാവരുടെയും വരുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കി വെക്കുക, ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം ഇസ് ദ ഇൻകം ഓഫ് ദോസ് ഹൂ പ്രൊവൈഡ് ഫണ്ട്സ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം, എല്ലാം വരുന്നുണ്ട്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസെപ്ഷൻ ആസ് ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ എന്താ വരേണ്ടത്, ലോവർ റേറ്റ് അല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസെപ്ഷൻ അനുസരിച്ച് അല്ലേ, വരുമാനം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസെപ്ഷൻ ഓൾസോ ഇൻക്രീസസ്, എന്താണ്, ഉപഭോഗവും കൂടുന്നു. എന്നാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലോവർ റേറ്റിലായിരിക്കും അല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചോണം, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസെപ്ഷൻ, ഇൻകം ഇൻക്രീസസ്, കൺസെപ്ഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ലോവർ റേറ്റ് അല്ലേ, ലോവർ റേറ്റിലായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ലോവർ റേറ്റിലായിരിക്കും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്, കൺസെപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ, ലോവർ റേറ്റ്. അപ്പോൾ അത് ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലെയർ ഈക്വൽസ് ഏതാണ്, ഓപ്ഷൻ എ അല്ലേ, 1/1 - MPC എന്നുള്ളതാണ് അല്ലേ. MPC എന്താണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കണം, MPCയുടെ ഫുൾ ഫോം ഓർത്തോണേ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നുള്ളതാണ്. ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലെയർ ഈക്വൽസ് 1/1 - MPC ഓർത്ത് വയ്ക്കുക. ഇത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് മണി സപ്ലൈ ഈസ് ഏതാണ്, ഓപ്ഷൻ സി M3 ആണ് അല്ലേ. M3 എന്താ, ബ്രോഡ് മണി ആണ് അല്ലേ, ബ്രോഡ് മണി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് മണി സപ്ലൈ ഈസ് M3 ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആർ ജനറലി മെയിൻറ്റൈൻഡ് ബൈ. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് സാധാരണ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഫേംസ് ആണല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോണേ, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആർ ജനറലി മെയിൻറ്റൈൻഡ് ബൈ ഫേംസ്. ഓക്കെ. അടുത്തത് വിച്ച് വൺ ഈസ് ഡയറക്റ്റ് ടാക്സ്. താഴെ തന്നിരിക്കുന്ന ഡയറക്റ്റ് ടാക്സ് ഏതാണ്, ഓപ്ഷൻ സി ആണ് അല്ലേ, ഗിഫ്റ്റ് ടാക്സ് ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. വിച്ച് വൺ ഈസ് ഡയറക്റ്റ് ടാക്സ്, ഏതാണ്, ഗിഫ്റ്റ് ടാക്സ്. ഇനി അടുത്തത് 20, ദ മേജർ സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂയുടെ മേജർ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, കൊമേഴ്ഷ്യൽ റവന്യൂ, അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി കൊടുക്കാം, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, മേജർ സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ഈസ് കൊമേഴ്ഷ്യൽ റവന്യൂ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 21ാമത്തെ ചോദ്യം നോക്കിക്കേ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൺവെൻഷനലി ദ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. എന്താ അവിടെ ആൻസർ വരേണ്ടത്, പെർസെൻറ്റേജസ് ആണ് അല്ലേ. അപ്പോൾ PER
CENTAGES ആണ് ആൻസർ വരേണ്ടത് കേട്ടോ. കൺവെൻഷനലി ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജസ്. ദ വാല്യൂസ് ഓഫ് ബേസ് പീരീഡ് ഇൻ ഇൻഡെക്സ് നമ്പർ ഈസ് എത്രയാണ്? 100 ആണ് അല്ലേ. ദ വാല്യൂ ഓഫ് ബേസ് പീരീഡ് ഇൻ ഇൻഡെക്സ് നമ്പർ ഈസ് 100. ഓക്കെ. അടുത്ത 22. അതും എന്താ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാർട്ടിൽ ഈസ് ദ മെഷർ വിച്ച് ഡിവേർട്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു എത്രയാണ്? 4 ഈക്വൽ പാർട്സ് അല്ലേ. 4 ഈക്വൽ പാർട്സ്. ആൻഡ് സോ ദ നമ്പർ ഓഫ് ക്വാർട്ടേൽസ് ഈസ് എത്രയാണ്? 3 ആണ് അവിടെ വരേണ്ടത് കേട്ടോ. 3. ഇനി അടുത്തും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ വാല്യൂസ് ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ. എന്താണ്? പെർഫെക്റ്റ് കോറിലേഷൻ്റെ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ വാല്യൂസ് ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ. എത്ര വരേണ്ടത്? -1 +1 അല്ലേ. അപ്പോൾ +1 ആൻഡ് -1 ആർ ദ വാല്യൂസ് ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ. ഇതാണ് അവിടെ ആൻസർ വരേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ അറിയാലോ +1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെയാണ് അല്ലേ. +1 എന്തിനാണ് കാണിക്കുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെ. ഓക്കെ. ഇനി -1 എന്തിനാണ് കാണിക്കുന്നത്? -1 ഇൻഡിക്കേറ്റ് ദ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷന്. മറന്നു പോയിക്കല്ലേ കേട്ടോ, ഓർത്ത് വെച്ചോണേ. അതാണ് +1 ഉം -1. അപ്പോൾ +1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെ, -1 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനെ. അപ്പോൾ +1 ഉം -1 ആണ് പെർഫെക്റ്റ് കോറിലേഷൻ്റെ ആ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യന്. വെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് റൈസസ് ഡ്യൂ ടു fall in എന്താ അവിടെ വരേണ്ടത്? പ്രൈസ് ആണ് അല്ലേ. PRICE, പ്രൈസ് ഉള്ളി. ഇറ്റ് ഈസ് കോൾഡ്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. എക്സ്റ്റെൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ നോക്കിയേ, വെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് റൈസസ് ഡ്യൂ ടു fall in പ്രൈസ് ഉള്ളി ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻഷൻ ഓഫ് ഡിമാൻഡ് അല്ലേ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് -2 ഈസ് ലെസ് ദാൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് -1. അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് ഇലാസ്റ്റിസിറ്റി കോഫിഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അബ്സലൂട്ട് വാല്യൂ ആയിട്ടുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് 0 ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതെന്താണ്? തെറ്റാണ് അല്ലേ. എന്താണ്? അതും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് 0 അല്ലേ, 0 ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ. ഇതിൻ്റെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ് വരുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരുന്നു ഇത്. ഏത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആവുന്ന കേസ്. ഇനി അപ്പോൾ ഇവിടെ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം. ഇവിടെ തന്നിരിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ് തന്നിരിക്കുന്നത്. അതാകുമ്പോൾ എന്താ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ് 0 വരുന്നത്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഡിമാൻഡ് ഹാസ് ആൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻഫിനിറ്റി വരണമായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇത് ഫോൾസ് ആയിട്ട് പോയത് കേട്ടോ. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വെച്ചോണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണെന്നുള്ളത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും പഠിച്ചു വെക്കണമെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യനും ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്. റെൻ്റൽ വാല്യൂസ് ഓഫ് എ ഫേംസ് ഓൺ ഓഫീസ് ഈസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഒക്കെ പഠിച്ചു വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്താണ്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. കാരണം ഇതെന്ന് പറയുന്നത് എന്താണ്? റെൻ്റൽ വാല്യൂസ് ഓഫ് എ ഫേംസ് ഓൺ ഓഫീസ് ഈസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. ഇംപ്ലിസിറ്റ് ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത നോർമൽ പ്രോഫിറ്റ് ഈസ് പാർട്ട് ഓഫ് എക്കണോമിക് കോസ്റ്റ്. അതെന്താണ്? ട്രൂ ആണ് അല്ലേ. അത് ട്രൂ ആണ്. നോർമൽ പ്രോഫിറ്റ് ഈസ് പാർട്ട് ഓഫ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ് കോസ്റ്റ്. എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? മറ്റൊരു പേരെന്താണ്? ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലേ. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്നാണ് മറ്റൊരു പേര്. അപ്പം ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അടുത്തത് കൺട്രാക്ഷൻ ആൻഡ് സപ്ലൈ മീൻസ് ഡാഷ് മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ്. അവിടെ എന്താ വരേണ്ട ആൻസർ? കൺട്രാക്ഷൻ ആൻഡ് സപ്ലൈ മീൻസ് എന്താ വരേണ്ടത്? അപ്വാർഡ് മൂവ്മെൻറ്റ് അലോങ് ദ കർവ് എന്നാണ് അല്ലേ. എന്താണ്? UPWARD അല്ലേ. അപ്പോൾ കൺട്രാക്ഷൻ ഇൻ സപ്ലൈ മീൻസ് അപ്വാർഡ് മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കേവ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇംപ്യൂട്ടഡ്, ദെൻ അടുത്തത് അപ്വാർഡ്. നോക്കി വെക്കണേ.
അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്, ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ്. ബിസൈഡ്സ് പ്രൈമറി സെക്ടറിന് പുറമെ അതർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി, നമ്മുടെ എക്കണോമിയുടെ മറ്റ് മേഖലകൾ അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് സെക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിനകത്ത് വരുന്നുണ്ട് നമുക്കറിയാം. അവിടെ ഏതാ വരണ്ടേ, സെക്കൻഡറി അല്ലേ, സെക്കൻഡറി ആൻഡ് ടെറിഷറി അല്ലേ, ടെറിഷറിയാണ് അവിടെ വരേണ്ടത്, ടെറിഷറി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ബിസൈഡ്സ് പ്രൈമറി സെക്ടർ അതർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി ആർ സെക്കൻഡറി ആൻഡ് ടെറിഷറി എന്നുള്ളതാണ് ആൻസർ വരേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ട്രൂ ഓർ ഫോൾസ് തന്നെയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എംബസി ഇൻ നേപ്പാൾ ഈസ് പാർട്ട് ഓഫ് ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് നേപ്പാൾ. എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് അല്ലേ. ഇനി അതേപോലെ തന്നെ മെഷീൻ പർച്ചേസ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഇൻ എ ഫാക്ടറി ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു മെഷീൻ എന്ന് പറയുന്നത് അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നോക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്, തെറ്റാണോ ശരിയാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. GNP ഈസ് നാഷണൽ ഇൻകം. GNP എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. GNP ലെസ് GDP ഈസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതെന്താണ്, അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. എന്താണ്, GNP ഈക്വൽ ടു GD എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് 31 എന്താണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. 30 ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്ലൂഷൻ ഇൻ നാഷണൽ ഇൻകം വെജിറ്റബിൾസ് പർച്ചേസ്ഡ് ബൈ എ ഹോട്ടൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന നാഷണൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൻസർ പറയാനാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് പർച്ചേസ്ഡ് ബൈ എ ഹോട്ടൽ ഈസ് അവിടെ എന്താ വരേണ്ടത്, ഇൻ്റർമീഡിയറ്റ് എന്നാണ് വരേണ്ടത്, ഇൻ്റർമീഡിയറ്റ്. എന്നാൽ അടുത്തവിടെ പറഞ്ഞാൽ ഹോട്ടൽസ് ഇൻ്റർമീഡിയറ്റ് ഡാഷ് പ്രൊഡക്റ്റ് ബട്ട് വെൻ യു പർച്ചേസ്ഡ് ബൈ ഹൗസ് ഹോൾഡ് ഈസ് എന്തായിരിക്കും, ഫൈനൽ എന്നാണ് ആൻസർ വരേണ്ടത് അല്ലേ, ഫൈനൽ. അപ്പോൾ വെജിറ്റബിൾസ് പർച്ചേസ്ഡ് ബൈ എ ഹോട്ടൽ ഈസ് എ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ബട്ട് വെൻ പർച്ചേസ്ഡ് ബൈ ഹൗസ് ഹോൾഡ് ഈസ് ഫൈനൽ എന്നാണ് ആൻസർ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻ്റർമീഡിയറ്റും ഫൈനലുമാണ് അവിടെ ആൻസർ. ഇനി അടുത്ത 32ൻ്റെയും ഇതേപോലെ എന്താ വിട്ടുപോയ ഭാഗം തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് തന്നിരിക്കുന്നത്, ദ ടു പാർട്സ് ഓഫ് ഡിസ്പോസബിൾ ഇൻകം ആർ ഏതാണ്, കൺസപ്ഷൻ ആൻഡ് സേവിങ്. ദ ടു പാർട്സ് ഓഫ് ഡിസ്പോസബിൾ ഇൻകത്തിൻ്റെ ടു പാർട്സ് എന്ന് പറയുന്നത് എന്താണ്, കൺസപ്ഷൻ ആൻഡ് സേവിങ് ആണ് കേട്ടോ, സേവിങ്, കൺസപ്ഷൻ ആൻഡ് സേവിങ്. അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ്, വെൻ ചേഞ്ച് ഇൻ ഇൻകം ഈക്വൽസ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഈസ് എത്രയാണ്, 1 ആണ് അല്ലേ, 1 ആണ്. വെൻ ചേഞ്ച് ഇൻ ഇൻകം ഈക്വൽസ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഈസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻകം അല്ലേ, വരുമാനത്തിലെ ആ ഒരു ചേഞ്ചസ് അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചേഞ്ചസും തമ്മിൽ തുല്യമാകുന്ന കേസിൽ ആ ഒരു വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ദ റിസൾട്ട് ഓഫ് എക്സസ് ഡിമാൻഡ് ഇൻ ആൻ എക്കണോമി ഈസ് എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ അല്ലേ, ഇൻഫ്ലേഷൻ. എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ. അവിടെ ആൻസർ ഇൻഫ്ലേഷൻ എന്നാണ് വരേണ്ടത്. ദ റിസൾട്ട് ഓഫ് എക്സസ് ഡിമാൻഡ് ഇൻ ആൻ എക്കണോമി, നമ്മുടെ എക്കണോമിയിലെ ഒരു എക്സസ് ഡിമാൻഡിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പം അല്ലേ, പണപ്പെരുപ്പമാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ട്രൂ ഓർ ഫോൾസ് തന്നെ ചോദിച്ചിരിക്കുന്നത്. റൂട്ടീൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ഈസ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. അതായത് ഗവൺമെൻറ്റിൻ്റെ ദിനം പ്രതിയുള്ള ചിലവുകൾ എന്ന് പറയുന്നത് ഒരു പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതെന്താണ്, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അതല്ലാതെ പ്ലാൻ എക്സ്പെൻഡിച്ചർ അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റെഗുലേഷൻസ് ഓഫ് വേജസ് ഈസ് എ ഫിസിക്കൽ മെഷർ. റെഗുലേഷൻ ഓഫ് വേജസ് ഈസ് എ ഫിസിക്കൽ മെഷർ. അതും എന്താണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതെന്താ, മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. സോ ഇൻകം പോളിസിയുടെ ഭാഗമാണ് റെഗുലേഷൻ ഓഫ് വേജസ് എന്ന് പറയുന്നത്, ഫിസിക്കൽ മെഷറുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കുന്നത്. ദ മേജർ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആർ എന്താ ഇവിടെ വരേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ് ആർ
ഇൻട്രസ്റ്റ്, INTEREST, ഇൻട്രസ്റ്റ് റവന്യൂ ആൻഡ് എന്ത് വരണം, ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ്, ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ്, ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ് റവന്യൂ. അപ്പോൾ മേജർ സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആർ എന്താണ്, ഇൻട്രസ്റ്റ് റവന്യൂ ആൻഡ് ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ് റവന്യൂ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ ബി. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കേ ക്വസ്റ്റ്യന്, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ കോറിലേഷൻ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. അതുപോലെ തന്നെ 2 മാത്തമാറ്റിക്കൽ ആവറേജസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ആവറേജസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് മോഡ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇൻഡെക്സ് നമ്പർ ഇഷ്യൂ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ദെൻ അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി 2 ഫാക്ടേഴ്സ് അഫക്റ്റ് മാർക്കറ്റ് ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റ് ഡിമാൻഡ്, ഇൻഡെക്സ് നമ്പർ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഷെയർ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ എ ഗുഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അടുത്തത്. പിന്നെ പ്രൈവറ്റ് കോസ്റ്റ്, ഓൾറെഡി ഞാൻ പറഞ്ഞു ഏതാണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ, ഇതെല്ലാം പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രൈവറ്റ് കോസ്റ്റ്, അതല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസസ് ഓഫ് ഇൻപുട്സ് ഇൻഫ്ലുവൻസ് സപ്ലൈയെക്കുറിച്ചാണ്. സപ്ലൈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഇൻഫ്ലുവൻസ് സപ്ലൈ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചു. അപ്പോൾ സപ്ലൈ എന്താണെന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചോണം. അപ്പോൾ ഒരു ചെറിയൊരു ഇത് തന്നിട്ട് അതെങ്ങനെയാണ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാമെന്നുള്ള രീതിയിലേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. സോ അത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നത് അതെല്ലാം നമ്മൾ വരച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് കേട്ടോ. അതെന്താ അവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, കാൽക്കുലേറ്റ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അടുത്തത് ഒരു പ്രോബ്ലം തന്നെയാണ്, അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് പോകണം, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. കാൽക്കുലേറ്റ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇക്വേഷൻസ് ഒക്കെ എഴുതി ഈ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി ആൻസറിലേക്ക് എത്തിച്ചേർന്നില്ല പ്രോബ്ലം ഒന്നുമില്ല. ഇക്വേഷൻസ് എഴുതി ഒരു ബോക്സിനുള്ളിൽ വരച്ചിടുക, തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെഴുതുക, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ആൻസർ കിട്ടിയത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, അത്രയെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പകുതി മാർക്കെങ്കിലും അവിടെ വീണോളും കേട്ടോ. അടുത്തത് ഒരു ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഷോയിങ് നാഷണൽ ഇൻകം ഇക്വിലിബ്രിയം ത്രൂ കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ അതിൻ്റെ ആക്സസും കേഴ്സൊക്കെ ക്ലിയർലി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ വേറൊന്നും പറഞ്ഞു, ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സസ് ഡിമാൻഡ്, ഓൾറെഡി ഞാൻ പറഞ്ഞു, അതും ഡയഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്, പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ എക്സസ് സപ്ലൈ ഓഫ് എ പ്രൊഡക്റ്റ്, അതും എന്താ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. ഇതെല്ലാം പഠിച്ചു വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് കേട്ടോ. അടുത്ത ലാക്ക് ഓഫ് കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആസ് എ ഡീമെറിറ്റ് ഓഫ് ബാർട്ടർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, ഇതൊക്കെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സെക്ഷനാണ്. പിന്നെ അടുത്ത ഒരു പ്രോബ്ലം തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. പിന്നെ അവിടെ അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കമ്പൈൻഡ് ആവറേജ് വേജ് ഓഫ് ഓൾ ദ 60 വർക്കേഴ്സ് ടുഗദർ. കമ്പൈൻഡ് ആവറേജ് വേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി 3 പ്രിക്വേഷൻസ് നെസസറി ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ത്രൂ ദ പ്രൊഡക്ഷൻ മെത്തേഡ്, നോക്കി വെച്ചോണേ. ദെൻ അതേപോലെ തന്നെ അടുത്ത അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ബൈ ഇൻകം മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ ഏതൊക്കെ ഭാഗമാണോ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് നന്നായിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് നോക്കിയിട്ട് പോവുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് 2-3 പ്രോബ്ലംസ് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്, തിയറിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സെക്ഷൻ ബി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാം തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്, പ്രോബ്ലംസ് വളരെ കുറവേ വന്നിട്ടുള്ളൂ. പിന്നെ മൊത്തം ഡയഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കേർവ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് ഓരോന്നിൻ്റെ ഉണ്ടല്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ കേർവ് അല്ലേ, ഇംപ്ലിസിറ്റ് കേർവ്, അങ്ങനെ കുറേ കേർവ്സും അതുപോലെ ഡയഗ്രാംസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാം. പ്രോബ്ലംസ് അധികം നോക്കേണ്ടതില്ല. പ്രോബ്ലംസ് വന്നെങ്കിൽ തന്നെ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും നോക്കി വെക്കാം. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നാളത്തെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.